ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്നറിയാം, വളരെ മനോഹരവും ട്രെൻഡിങ്ങുമായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ്. അതായത് വി നെക്ക് ഡിസൈനാണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, പലരും ഈ ഒരു വി നെക്ക് കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ഒരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസിൽ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളി, അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വി നെക്കാണ് നമ്മൾ അതിൻ്റെ ഒരു ഡിസൈനിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടാൽ ഈ മോഡൽ നിങ്ങൾക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ പലർക്കും പല അളവുകളാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ അളവ് വരുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും വിട്ട് വരുന്നത് 3 വരാറ്. ഞാൻ വിട്ട് ഒക്കെ 3 തന്നെ, ഞാനെന്നല്ല ഒരുവിധ ആളുകളൊക്കെ വിട്ട് 3 എടുക്കാറ്. അപ്പോൾ നമുക്ക് ഇവിടെ 3 വേണ്ടത്. പക്ഷെ ഞാൻ ഈ തയ്ക്കണ മോഡൽ ഒരു വെറൈറ്റി ഒരു മോഡലായതുകൊണ്ട് തന്നെ ഞാൻ 3 കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 4 ഇവിടെ അടയാളപ്പെടുത്തുന്നത്. കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിൽ ഇതേപോലെ നമ്മൾ 4 അടയാളപ്പെടുത്തരുത്. നമ്മുടേത് എത്രയാണോ വിട്ട് വരുന്നത് അത് 3 തന്നെയാണ് നമ്മൾ ബാക്കിൽ അടയാളപ്പെടുത്തുക. ഫ്രണ്ടിൽ 3 കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇറക്കം, നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്കം എത്രയാണോ, അതായത് പലർക്കും ചിലപ്പോൾ ഇറക്കം കൂടുതലും കുറവുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 അല്ലെങ്കിൽ ഒരു 5.5 എടുക്കാറ്. അപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ അളവ് വരുന്നത് 5. അപ്പോൾ ഇതേപോലെ തന്നെ വിഡ്ത്തിൽ 1 ഇഞ്ച് കൂട്ടിയ പോലെ തന്നെ നമ്മൾ ഇറക്കത്തിലും 5 കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുക. ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിങ്ങണ്ടൊരു ബോക്സ് പോലെ നമ്മൾ വരച്ചെടുക്കുക. ഈ ഒരു ഭാഗം നമ്മൾ പൂട്ടിക്കൊടുക്കുക. കേട്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ഇട്ടാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ട് ഈ 1/2 ഇഞ്ചിലേക്ക് നേരെ സ്ട്രെയിറ്റായിട്ട് ഒരു വരയും കൂടെ നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വീഡിയോയുടെ അടിയിൽ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന്, നമ്മൾ പറയണ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ പറയും. അല്ലാണ്ട് നിങ്ങൾ ഓരോ ഇമോജി അത് ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോസ് കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ചില ആളുകളുണ്ട് കേട്ടോ, അവർ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അയൺ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അവർ എത്രത്തോളം ഇരുന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക. അല്ലാണ്ട് വെറുതെ ഇമോജി ഇട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുവരെയുള്ള കാര്യം മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ബാക്ക് വിഡ്ത്ത് നമ്മൾ എപ്പോഴും എടുക്കാറ് 3. അതിൽ കൂടെ 1 ഇഞ്ച് ബാക്കും ഫ്രണ്ടും അതെ നമ്മൾ വിഡ്ത്ത് എടുക്കുമ്പോൾ 3 എടുക്കാറ്. അപ്പോൾ ഫ്രണ്ടിൽ 3 കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 4 അടയാളപ്പെടുത്തി. അപ്പോൾ ഇറക്കം നമ്മൾ എടുക്കുമ്പോൾ
അത്രയാണോ നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്കം വെച്ചെങ്കിൽ അതിൽ കൂടെ ഇവിടെ തന്നെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലൊരു ബോക്സ് വരച്ച്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അര ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ വരച്ചെടുത്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കൂടെ ഇതിൽ കൂടെ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതായത് ഇതിൽ കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി 1/2 ഇഞ്ചിൽ വെച്ച് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് കണ്ട ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിത് തുറന്നിട്ട് കാണിച്ചു തരാം. കണ്ട, അപ്പം ഇതുപോലെ ഒരു കഴുത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാണുന്നുണ്ടോ? കണ്ട, ഇതുപോലെ ഒരു കഴുത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയാണ് നമുക്കൊരു പീസ് വേണം. അതായത് കഴുത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് നമുക്ക് വേണം. ഇതുപോലെയാണ് നമ്മുടെ കഴുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള പീസ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് പീസാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു ബ്ലാക്ക് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിട്ട് നമുക്ക് വീതി വരുന്നത് ഒരു 3.5, ഒരു 3 വേണമെങ്കിൽ എടുക്കാം, 3.5 വേണമെങ്കിൽ എടുക്കാം, 4 വേണമെങ്കിൽ എടുക്കാം. അതുപോലെ വിട്ട് വരുന്നത് ഈ ഒരു തുണി എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 12 അല്ലെങ്കിൽ ഒരു 10 ഒക്കെ എടുത്താൽ മതി. ഒരു 12ലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയാം, ഈ ഒരു പീസ് ഇതിൻ്റെ നല്ല വശത്തു നിന്ന് ഇതുപോലെ മടക്കിയിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ഇവിടെയും കൂടെ ഒരു അളവ് മാർക്ക് ചെയ്യാനുണ്ട്. അതായത് ഇതുപോലെ നമ്മൾ തുണി മടക്കി ഇട്ടിട്ട് നമുക്കൊരു 1.5 ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. 1.5 അല്ലെങ്കിൽ 1 ഇഞ്ചിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് 1 ഇഞ്ച് ഇതിലിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്കും അതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അത് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് ഒക്കെ ആയാൽ മതി. നമ്മൾ 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 2 തുണിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു ഇഞ്ചിൽ ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അനുസരിച്ച് കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. കാരണം അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ വരാം. ഇപ്പം നമ്മൾ ഈ 2 പീസും നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഇവിടെ നമ്മളെപ്പോഴും ഇവിടെ ഇങ്ങനെ ഇതായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കൊണ്ട് ഒപ്പാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒപ്പം ആവുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ വെച്ചെടുക്കുക. എന്നിട്ട് ഇതിവിടെ വെച്ചിട്ട് കുത്തി നിർത്തുക. അതായത് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കുത്തി നിർത്തുക. ഇവിടെ അങ്ങനെ കുത്തി നിർത്തുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇതും അതെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ ഇതാക്കുക.
അതിന് മുന്നേ നമുക്കൊന്നും കൂടെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാണ്ട് ഇങ്ങനെ വെച്ചെടുക്കട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് 1 ഇഞ്ച് ഇതിലിങ്ങനെ ഒരു 1/4 ഇതിലിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ മാർക്കിൽ വന്നിട്ട് വേണം നമ്മളിവിടെ വെച്ചിട്ട് വേണം കുത്തി നിർത്തിയിട്ട് സൂചി എടുക്കാൻ. പിന്നെ നമ്മൾ ഇവിടുന്ന് തയ്ച്ച് വന്നിട്ട് വേണം ഈ മാർക്കിലെത്തിയിട്ട് നമുക്ക് നിർത്താൻ. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മാർക്കിങ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടല്ലോ ഈ ഒരു ഭാഗം, അതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ തുണി പൊക്കിയിട്ട് ഇവിടെ അപ്പോൾ നമ്മളിതുപോലെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്നറിയാം, ഇതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇവിടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഇവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് മറിച്ച് കൊടുക്കുക. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ആക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇത് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈന് വരുന്നത്. ഇത് ഞാൻ ഒരുപാട് ഇങ്ങനെ ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചെയ്യണം ഇങ്ങനെ വിചാരിക്കും. ഇത്രയാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈന് വരുന്നത്. അപ്പോൾ നമ്മളതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ നല്ല നല്ല കമൻറ്റ് ഇടുന്നവർ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇതാക്കുള്ളൂ. കാരണം അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്തായാലും ഗിവ് അവേയും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ കമൻറ്റ് വിന്നറിന് നമ്മൾ ഓരോ മാസം തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് നല്ല നല്ല കമൻറ്റ് ഇടുന്ന ആളുകൾ, അതായത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുന്ന ആളുകൾ നമ്മൾ എല്ലാ മാസവും കമൻറ്റ് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.